Hello. I hope you all are doing well. ഞാനിപ്പോൾ ഈ ടൈമിൽ ഒരു വീഡിയോ ഇതിപ്പോൾ ഒരു സമയം രാവിലെ 3:30 ഈ സമയത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയനും കൂടെ പെഡിഗ്രി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മളെ ഫർ ബേബീസ് അതായത് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് റൂട്ടിലുണ്ടാവുന്ന കുഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്റ്റർ മിഡ് നൈറ്റാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായിരുന്നു വരില്ല. അപ്പോൾ ചില ആൾക്കാർ രാത്രി എല്ലാം കഴിഞ്ഞ് കടയൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് അടിച്ച് വരുന്നവരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് ഇടും ഒക്കെ ചെയ്യുമ്പോൾ അവരെ കടേൻ്റെ മുമ്പിലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമായിരുന്നു വരില്ല. അപ്പോൾ ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരത് തട്ടിക്കളഞ്ഞു എന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമ്മളെ ക്രൗഡൊക്കെ ഒന്ന് സെറ്റിലായതിന് ശേഷം ആൾക്കാരൊക്കെ ഒന്ന് ഭക്ഷണം കഴിഞ്ഞ് നടപ്പൊക്കെ കഴിഞ്ഞ് ഉറങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം ആണ് യൂഷ്വലി ഞങ്ങളങ്ങനെ പെഡിഗ്രിയാണ് മോസ്റ്റ്ലി കൊണ്ടുപോവുക, പെഡിഗ്രി കൊടുക്കാൻ പോവാറ്. അപ്പം ഇന്നങ്ങനെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് എത്താനായപ്പം ഞങ്ങൾ ഏരിയയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് വരുമായിരുന്നു. കുറച്ചും കൂടെ പെഡിഗ്രി ഉണ്ടാകുന്നത് കൊടുക്കുക. അപ്പം ഞങ്ങൾ നോക്കുമായിരുന്നു ആരെങ്കിലും ഒരാളും കൂടെ നമുക്ക് കിട്ടുമോ കൊടുക്കാൻ, ഒരു കുട്ടിയും കൂടെ കാണുകയാണെങ്കിൽ ഈ പെഡിഗ്രി നമുക്ക് ഫിനിഷ് ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങളിങ്ങോട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അംബേദ്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ധാനൂരി ലൈൻ നമ്പർ 11B എൻ്റെ അടുത്ത് ഒരു ഗോൾഡൻ റിട്രീവർ, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല വീട്ടിലുള്ള, ഉറപ്പായിട്ടും നല്ല ഭക്ഷണം കഴിച്ചിട്ടുള്ള, നല്ല മാനേഴ്സ് പഠിച്ചിട്ടുള്ള, ഹ്യൂമൻ ബീയിങ്സിൻ്റെ കൂടെ നല്ല അറ്റാച്ച്മെൻ്റുള്ള, നല്ല യൂസ്ഡ് ടു ആയിട്ടുള്ള ഒരു, എന്താ പറയുക, അവരോട് നല്ല വഴക്കമുള്ള, അല്ലെങ്കിൽ ആൾക്കാരെ കാണുമ്പോൾ പേടിക്കാത്ത ഒരു കുട്ടീനെ മഴയത്ത് നനഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കുന്ന റോഡിൽ നല്ല ചളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതൊരു യൂഷ്വൽ സൈറ്റല്ല. കാരണം നമുക്ക് റോട്ടിലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ നാടൻ നായ്ക്കളാണ്. അപ്പോൾ ഇങ്ങനെ ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്രീഡുള്ള കുട്ടികളെ സാധാരണ നമ്മൾ റോട്ടിൽ കാണാറില്ല. അപ്പോൾ ഇവളാണോ ഇവനാണെന്ന് അറിയില്ല, എന്തായാലും ഞങ്ങൾ ഇവനാണെന്ന് പ്രതീക്ഷിക്കുന്നു, ഇങ്ങനെ ഊഹിക്കുന്നു. അപ്പോൾ അവനെ കണ്ട സ്ഥിതിക്ക് കഴുത്തിലൊരു നല്ല ചെയിനൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഹെവി ആയിട്ടുള്ള ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വി വുഡ് ലൈക്ക് ടു ഹോപ്പ് ദാറ്റ് വീട്ടിൽ നിന്ന് ചെയിൻ അഴിഞ്ഞ് പോയതായിരിക്കണം. അഴിഞ്ഞ് പോയപ്പം ഇവൻ അതിലെങ്ങാണ്ട് ചാടി പുറത്ത് വന്ന് റോട്ടിലെത്തിപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് അവൻ ഒട്ടും പേടിച്ചില്ല. ഞങ്ങളുടെ അടുത്തേക്ക് വരിക ചെയ്തത്. എന്ന് വെച്ച് സ്നേഹം കൊണ്ട് പാലാട്ടാനോ വന്നില്ല. അഗ്രസീവായിട്ട് എന്താ പറയുക, കടിക്കാനോ കുരയ്ക്കാനോ പല്ല് കാണിക്കാനോ അങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഗ്രൗൾ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ ചിലപ്പം ചില കുട്ടികൾ ഓവർ ഫ്രണ്ട്ലി ആയിട്ട് മേലേക്കൊക്കെ കയറാൻ വരും ഭക്ഷണം കഴിക്കാൻ ഉള്ള ആർത്തി, അല്ലെങ്കിൽ വിശപ്പ് കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വാവേണ്ട്, നമ്മളെ ബബിൾ കൊണ്ടുള്ളതുകൊണ്ട് അവനൊരു ഗോൾഡൻ റിട്രീവറാണ്. ലാബ്രഡോർ റിട്രീവറാണ്. അപ്പം അവൻ്റെ മണം മേലുള്ള സ്ഥിതിക്ക് വേറെ കുട്ടികൾ സാധാരണ കൂടുതൽ നമ്മളായിട്ട് അട്രാക്റ്റ് ആവാറുണ്ട്, നമ്മളെ അടുത്തേക്ക് വേഗം വരാറുണ്ട്. അറിയാത്ത ആൾക്കാരാണെങ്കിൽ, ദേഷ്യമുള്ള ഇപ്പോൾ തോന്നിയ നായ്ക്കളാണെങ്കിലും നമ്മളെ അടുത്തേക്ക് കൂടുതൽ അവർ അട്രാക്റ്റ് ആവാനും കൂടുതൽ അടുത്തേക്ക് വരാനുള്ള പ്രവണത അവർക്ക് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അവർ ഈ മണം നോക്കുമ്പോൾ ഇത് ഇവരിങ്ങനെ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പെറ്റ്സ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡോഗ്സ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് മണം കാരണം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട് യൂഷ്വലി. അപ്പം ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളിങ്ങനെ ലേറ്റ് നൈറ്റ് പോകുമ്പം ഈ മണം കാരണം അവർ കടിക്കാനോ നമ്മളെ അറ്റാക്ക് ചെയ്യാനോ വരാറില്ല. കാരണം അങ്ങനെ അവർക്ക് തോന്നുകയാണ് തന്നെ, നമ്മൾ അടുത്തെത്തുമ്പോൾ ആ മണം കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് സെറ്റിലാവും, വാലൊക്കെ ആട്ടി കുറച്ച് സ്നേഹമൊക്കെ ആക്കി പരിചയക്കാരെ പോലെ ഒന്ന് ഇങ്ങനെ മെരുകി നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് യൂഷ്വലി. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഇവൻ വാലാട്ടിയില്ല, നമ്മളോട് സ്നേഹം കാണിക്കാൻ വന്നില്ല. പക്ഷേ ഭയങ്കര പരിചയം, എന്താ പറയുക, മനുഷ്യന്മാരായിട്ട് ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. നല്ല ഭക്ഷണം കഴിക്കുന്ന, നല്ല വീട്ടിൽ ട്രെയിനിങ് കിട്ടിയ, പിന്നെ റൂട്ടിൽ ഇറങ്ങി പരിചയമില്ലാത്ത, നനഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് കുറേ രോമം ഉണ്ടാവുമല്ലോ, നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൂട്ടിലിറങ്ങി ട്രാഫിക്കോ വേറെ വണ്ടികളോ കണ്ട് പരിചയമോ ഇല്ലാത്ത കുട്ടിയാണെന്ന് അറിയാം. കാരണം അടുത്ത് കൂടെ വേറെ ബൈക്കൊക്കെ പോകുന്ന സമയത്ത് നല്ലോണം പാനിക് ആവുന്നുണ്ടായിരുന്നു, കുറച്ച് പേടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ I would request you, we would like to believe that he was just left loose by accident. അവൻ്റെ ചെയിൻ അഴിഞ്ഞു പോയിട്ട് he just happened to get out from home and then just having a stroll at night എന്നാണ് വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരും അവനെ കളഞ്ഞിട്ട് പോയതല്ല എന്ന് പ്രതീക്ഷിക്കുന്നു, ഉപേക്ഷിച്ചതല്ല എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം. അങ്ങനെ ആവാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും സത്യമായിട്ടും അവനെ കളഞ്ഞിട്ട് പോയതാണെങ്കിൽ ദയവ് ചെയ്ത് I would request
റൂട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് വേറെ നായ്ക്കളെ കൂട്ടത്തിൽ അവന് പരിചയമില്ലാത്തൊരു സിറ്റുവേഷനിൽ ആക്സിഡൻറ്റ് പറ്റാം, വിശന്നിട്ട് നിൽക്കാം. ഭക്ഷണം കൊടുത്ത് മാത്രമേ അവന് ശീലമുള്ളൂ. എടുത്ത് കഴിച്ച് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള അവന് പരിചയമില്ല. മഴ പെയ്യുന്ന സമയം നനഞ്ഞ് നിൽക്കുന്ന പരിചയമില്ല. വേറെ നായ്ക്കൾ അവനെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ ദയവ് ചെയ്ത് ഐ വുഡ് റിക്വസ്റ്റ് യു പ്ലീസ് ഡു നോട്ട് അബൻഡൻ എ ബേബി ലൈക്ക് ദാറ്റ്. അവന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ വീടാണ്, ഈ അഡ്രസ്സാണ്, അല്ലെങ്കിൽ ഇന്നയാൾ എന്നെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ കളഞ്ഞു പോയതാണെന്ന് അവന് പറയാനാവില്ല. സോ അങ്ങനെ ഒരു ക്രൂവൽറ്റി ദയവ് ചെയ്ത് ചെയ്യരുത്. ഐ റിക്വസ്റ്റ് യു, ഐ ഹംബ്ലി റിക്വസ്റ്റ് യു, അങ്ങനെ ചെയ്യരുത്. ഇനി ബൈ ചാൻസ് ആരെയും കയ്യിൽ നിന്ന് കളഞ്ഞു പോയ കുട്ടിയാണ്, ഞാൻ അവൻ്റെ ചെയിൻ തപ്പി നോക്കി മെല്ലെ പോയി സ്നേഹമാക്കി ഭക്ഷണം കൊടുത്ത സമയത്ത് ഞാനൊന്ന് ചെയിൻ തപ്പി നോക്കി ഇതിൻ്റെ അടിയിൽ പെൻഡൻറ്റിലോ ലോക്കറ്റിലോ പേരുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലോക്കറ്റ് ഇല്ല. സാധാരണ ഒരു മെറ്റൽ ചെയിനിൻ്റെ അടിയിൽ 2 കുളത്തും കൂടെ നമ്മൾ വേറെ ചെയിൻ കൊളുത്താനുള്ള 2 ചെയിനും കൂടെ ഉണ്ടായിട്ട് അത് അവിടെ തീർന്നു പോകുന്നു. അത്രയും അടുത്ത് മാത്രം കഴുത്ത് തൂങ്ങിക്കിടക്കുമായിരുന്നു. സോ ആരെങ്കിലും കയ്യിൽ നിന്ന് പോയതാണെങ്കിൽ നല്ല സുന്ദരനായിട്ടുള്ള ഗോൾഡൻ കളർ ഗോൾഡൻ റിട്രീവർ, വേറെ കളർ വൈറ്റോ അങ്ങനെയല്ല, പ്രോപ്പർ ഗോൾഡൻ ബ്രൗണിഷ് കളറുള്ള ഗോൾഡൻ റിട്രീവർ, എന്തായാലും ഒരു 4+ ഇയേഴ്സ് പ്രായമുള്ള കുട്ടിയാണ്. 4-5 ഇയേഴ്സ് എന്തായാലും അവനുണ്ട് മിനിമം. നല്ല മാനേഴ്സുള്ള പ്രോപ്പർ. അവിടെ ഒരു ചാക്ക് മുറ്റത്ത് അവിടെ ഗ്രൗണ്ടിൽ കിടന്നപ്പോൾ ആ ഗ്രൗണ്ടിൽ പോയിട്ട് അവൻ എന്താ പറയുക, തൂറിയത് അല്ലെങ്കിൽ അപ്പിയിട്ടത്. കാരണം അപ്പം പോട്ടി ട്രെയിനിങ്ങൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുള്ള കുട്ടിയാണ്, അവൻ അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. സോ അങ്ങനെയുള്ളൊരു കുട്ടി, അവൻ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെഡിഗ്രി കൊടുത്തപ്പോൾ അവൻ പടപടാന്ന് തിന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അവനെ കാണാണ്ടായിട്ട് അന്വേഷിക്കുകയോ, ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്ന് ദൂരേക്ക് ആ കുട്ടി നടന്നു വരുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചേസ് ചെയ്ത് അവൻ ഓടി എത്തിപ്പെട്ടാണെങ്കിൽ തിരയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംഭവമുണ്ട്. ധാനൂരി അംബേദ്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ദാറ്റ് ഈസ് ധാനൂരി ലെയിൻ നമ്പർ 11B അടുത്ത് ഈ കുട്ടിയുണ്ട്. സ്പാർക്കിൾ എന്ന് പറഞ്ഞ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഒരു ലാൻഡ്മാർക്ക്, സ്കൂളിൽ തിരയാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഈ കുട്ടീനെ ആരെങ്കിലും തിരയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ അഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എത്തിയിട്ട് അവനെ തിരയുക. അവൻ അവിടെ നാളെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് വന്നു. അവനെ സൈഡിലേക്ക് ആക്കി, സൈഡിലേക്ക് ആക്കി, റോട്ടിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ അവനെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ആക്കി. അപ്പം അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിലേക്ക് അവൻ കയറുന്ന കണ്ടില്ല, ഒരു സൈഡിലേക്കും പോകുന്ന കണ്ടില്ല. സോ അവൻ ആരെയും തിരയുന്നതും പോലെയും തോന്നിയില്ല, ആരെയും വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് അവൻ്റെ മുഖം കണ്ടിട്ട് തോന്നിയത്. പ്ലീസ്, ഇഫ് ആരെങ്കിലും ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ ആരെങ്കിലും വിട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിനെ കോൾ ചെയ്ത് ഇൻഫോം ചെയ്തിട്ട് റെസ്ക്യൂ ടീംസിനെ അവനെ വന്ന് കളക്ട് ചെയ്യാൻ പറയണം ദയവ് ചെയ്ത്. ആരെങ്കിലും കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണെങ്കിൽ, ബൈ ചാൻസ് ആക്സിഡൻ്റലി വിട്ടു പോയതാണെങ്കിൽ ദയവ് ചെയ്ത് വന്ന് അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകണം. വല്ല ആക്സിഡൻറ്റോ വല്ല പ്രശ്നവും പറ്റുന്നതിനോ മുന്നേ പ്ലീസ് സേവ് ദ കിഡ്. റിയലി റിക്വസ്റ്റ് യു ടു ഡു ദിസ്, ബിക്കോസ് ആ കുട്ടി പേടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അവൻ ഓക്കെയാണ്, പക്ഷേ ടുമോറോ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് പറ്റുക എന്നുള്ളത്. ദയവ് ചെയ്ത് അവനെ എത്രയും പെട്ടെന്ന് വന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകണം. Thank you so much.